തന്നെ നോക്കണ്ട തെരിയല്ല. ഇവിടെ താൻ ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ചുമ്മാ അല്ല എന്നെ നോക്കാതെ ചിക്കൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, തന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിലെങ്ങാനും കൈ വെച്ച ബാക്കി ഞാൻ പറയാം. എനിക്ക് എന്നറിയോ, അമൃതയുടെ വിശേഷമൊക്കെ ഒന്ന് അറിയണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആയിക്കോട്ടെ. പിന്നെ ആണെങ്കിൽ ചിക്കൻ കിട്ടുമല്ലോ, ആ ഒരു എയിമിൽ വേണമെങ്കിൽ പറയാം. പിന്നെന്താ, ഒരു എയിം എപ്പോഴും ഉള്ളത് നല്ലതാ. ചിക്കൻ അതുകൊണ്ട് നമ്മുടെ ഈ മുന്നിൽ കാര്യം വെച്ചിട്ടേ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുമെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞവരാണ് അമൃതയുടെ മുമ്പിൽ ചിക്കൻ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന്. സീരിയലിന്റെ കഥ ബാക്കി പറഞ്ഞേ. എന്നെ കാണുമ്പോഴെല്ലാം ചിലപ്പോൾ എനിക്ക് അറിയില്ല, ഇങ്ങനെ ഓർണമെന്റ്സ് ഇതൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കാം. ഫസ്റ്റില് പോസിറ്റീവ് ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചാനലിൽ ഒരു 7 o'clock ഒരു സീരിയലിൽ നായികയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 7:30 വേറൊരു സീരിയലിൽ വിളിച്ചു. സാറ് വിളിച്ചോണ്ട് ചോദിച്ചു, അമൃത 2 റോളുണ്ട്, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്, ഏത് ചെയ്യണം? തപ്പന് കയറി നെഗറ്റീവ് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഒരു സീനിൽ അറ്റ് എ ടൈം ഒരു നായികയായിട്ട് ചെയ്തു, സെയിം അടുത്ത ടൈമിൽ ചെയ്യണ്ടല്ലോ എന്നൊരു വെറൈറ്റിക്കൊന്ന് പറഞ്ഞതാ. പിന്നെ അത് തന്നെ അത് കാറ്റഗറൈസ്ഡായി. പിന്നെ നായിക സെക്ഷനൊന്നും ഇല്ല, പിന്നെ ഫുൾ നെഗറ്റീവ്. ഇപ്പം എന്തെങ്കിലും പേർക്ക് അമൃത സീരിയൽ ഉണ്ട് കേട്ടോ, ചേട്ടൻ നെഗറ്റീവ് അല്ല, ആ ഓക്കെ അത് തന്നെയാണ്. എനിക്ക് പിന്നെ തിരിച്ച് ചോദിക്കണ്ടേ ഏത് ക്യാരക്ടറാണ് എന്നെ വിളിക്കുന്നതെന്ന്. പക്ഷെ മോളെ ആദ്യമൊക്കെ കൊറേ ഒരു എന്താ പറയാ, ഒരു ഡിവോഷണൽ ടൈപ്പ് സീരിയൽസ് ഒക്കെ കുറേ ചെയ്തിരുന്നു. അത് ഞാൻ വന്ന ടൈമിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞ സീരിയലാണ്. ആ സീരിയൽ പിന്നെ മെർലാൻഡിന്റെ ശ്രീ മഹാഭാഗവതം, സ്വാമി ശരണപ്പ, അങ്ങനെ ഫുൾ ഫസ്റ്റിലെ എൻ്റെ എല്ലാ സീരിയൽസും ഡിവോഷണൽ, ദൈവം കൃപയാൽ, അങ്ങനെ ഡിവോഷണൽ സീരിയൽസ് ആണ് കൂടുതൽ ചെയ്തത്. അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഓട്ടോഗ്രാഫ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ബേസ്ഡ് ചെയ്യുന്നത്. അതിൽ അത് കണ്ടിട്ട് അതാണ് കൂടുതൽ ജനങ്ങൾക്ക് ജ്യോതി എന്ന് പറയുന്ന ക്യാരക്ടർ ബൂസ്റ്റ് ആയിരുന്നു. അത് കണ്ടിട്ട് പിന്നെ ചക്രവാകത്തിലെ നായികയായിട്ട് വിളിക്കായിരുന്നു. ഒരു ദൈവിക റോളും നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് എന്തെങ്കിലും, അതായത് ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ സപ്പോസ് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വരും. ഏതെങ്കിലും ഒരു ഈ ഡിവോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്? ഡിവോഷണൽ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ 2009 ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ഈ ഫീൽഡിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ ഫീൽഡിൽ വരുന്നത്. ഞാൻ അഭിനയം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് പാട്ടിനും ഡാൻസിനും കയറും, പക്ഷെ കലാതിലകം അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. തിരുവാതിര, ഒപ്പന, അങ്ങനെ ചെറുതായിട്ട്. ഡാൻസ് പഠിച്ചിട്ടില്ല, തിരുവാതിര ഒപ്പന അറിയാം. ഓക്കെ, അത് രണ്ടും അങ്ങനെ. പിന്നെ പാട്ട്, ചെറിയൊരു പാട്ട്, ലളിതഗാനം അങ്ങനെയൊന്നും അല്ല, ചുമ്മാ മൈക്ക് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് പാടും, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിൽ കോമഡി സ്റ്റാറിൽ അതിലൊരു പ്രോഗ്രാം കാണാൻ പോയതാണ്. ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ വില്ലേജിലുള്ള കുറച്ച് പേര് കാണാൻ പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേതിനേക്കാളും നല്ല മുടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അവരുടെ ഒരു മുടിയഴകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ ടെലികാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓഡിയൻസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണാം. അപ്പം സ്ട്രെയിറ്റ് ഒരു ഇതിൽ നമുക്ക് ആ ഓഡിയൻസിനെ കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കിയപ്പോൾ എന്നെ ഇങ്ങനെ നോട്ട് എഴുതുന്നുണ്ട്. ഞാൻ ഒന്നാമത് ഷൈ ആളാണ്. എനിക്ക് അവിടെ ഇരിക്കണോ നിൽക്കണോ പോണോ എന്നുള്ള ചമ്മൽ, ആരുടെയും മുഖത്ത് നോക്കാനും വയ്യ, ചിരിക്കുകയും വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്നാൽ പ്രോഗ്രാം കാണുകയും വേണം എന്നുള്ള. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ റജി എന്ന് പറഞ്ഞൊരു ചേട്ടൻ എടുത്ത് പറഞ്ഞു, അമൃത ഇങ്ങനെ ഒരു അവരുടെ മുടി എടുക്കുന്ന പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. എടുത്ത് പറയാൻ പറഞ്ഞു, ചേട്ടാ സോറി ഞാൻ ചെയ്യില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനടുത്ത് നിന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാവോ എന്ന്. അപ്പം അച്ഛനും പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, സോറി ഞങ്ങളുടെ കാറ്റഗറിയേ അല്ല, വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോയി ഒരു 3-4 ദിവസത്തേക്ക് ചേട്ടൻ ഫോൺ കോൾ വിളി. അപ്പം അച്ഛൻ പറഞ്ഞു, ചെയ്ത് നോക്കാം, മുടിയല്ലേ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം ചെയ്തു. അത് ടെലികാസ്റ്റിംഗ് ആയപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ കോമഡി സ്റ്റാറിൽ ശ്രീനാഥ് ഏട്ടൻ്റെ പേരായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ആ പെർഫോമൻസും കൂടെ വന്നപ്പോൾ അതിനും വിളിച്ചു. ആദ്യത്തെ അതേ ആറ്റിറ്റ്യൂഡായിരുന്നു, സോറി ചേട്ടാ എനിക്കെന്താ അറിയില്ല, എനിക്ക് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു, മടി പോലെ. അതായത് ഈ ഫീൽഡിൽ ഞാൻ നമ്മുടെ മൈൻഡിൽ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു.
അപ്പോൾ ശരി അതും ചെയ്തേക്കാം എന്നുള്ള രീതി ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ടെലികാസ്റ്റിംഗ് ഡേറ്റ് അടുത്തടുത്തായിരുന്നു. അപ്പോൾ ഇത് ചിപ്പി ചേച്ചിയുടെ ഹസ്ബൻഡ് കണ്ടിട്ട്, രഞ്ജേട്ടൻ കണ്ടിട്ട് വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞ സീരിയലിൽ ഫസ്റ്റ് ടൈം വിളിക്കുന്നു. അപ്പോൾ ഫസ്റ്റിലെ പുരാണ സീരിയലായതുകൊണ്ട് അഭിനയം എന്ന് പറഞ്ഞൊരു സാധനം എനിക്കറിയില്ല. സ്കൂളിലെ നാടകത്തിന് പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ചെയ്തേക്കാം നോക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു. ഫസ്റ്റിൽ തന്നെ എൻട്രി വരൂ, ഞാൻ അവിടെ ഇരിക്കാം, എൻട്രി വരൂ, റൈറ്റ് നോക്കും, ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, റൈറ്റ് ക്യാമറ റൈറ്റ് അവരങ്ങനെ പറയുന്നത്, ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ യൂസ്ഡായി. ഇങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതോ അല്ലെങ്കിൽ എനിക്കൊന്ന് അഭിനയിക്കണം, ഒന്ന് ജസ്റ്റ് എങ്കിലും ഇതിലൊന്ന് മോഹം കാണിക്കണം എന്ന് പറഞ്ഞിട്ടോ ഒന്നും അല്ല വന്നത്. ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എയിം എന്നായിരുന്നു കുഞ്ഞിലെ? എന്തോ ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. എല്ലാ പെൺകുട്ടികളൊക്കെ പറയുന്നല്ലേ. ഓക്കെ, ടീച്ചർ ഒരു ടീച്ചിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുട്ടികൾ, അതും വലിയ ക്ലാസ് അല്ല, കുഞ്ഞു കുഞ്ഞുകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവരുടെ ഫേസിൽ നോക്കുമ്പോഴേ നമുക്ക് എന്താ പറയുക, കുറച്ച് നേരം നമ്മളെ മനസ്സ് കൂളായിരിക്കില്ലേ. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക്, ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പോകും. അപ്പോൾ അവരെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ മാലാഹമാരെ പോലെ, കള്ളയില്ല കപടയില്ല, ആകെ അറിയുന്നുള്ളൊരു ചിരിയാണ്. പിന്നെ എന്തെങ്കിലും കുഞ്ഞുകുട്ടികളെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ കരച്ചിലും കാണും. ഇത് രണ്ടും മാത്രമേ അവർക്ക് അറിയൂ. ഒന്നെങ്കിൽ ചിരിയുടെ അങ്ങറ്റും ഇല്ലെങ്കിൽ കരച്ചിലിൻ്റെ ഇങ്ങറ്റും. അപ്പോൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടമാണ് ചിരിയും കരച്ചിലും. ഇതൊന്ന് കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ കുഞ്ഞവിടെ കിടന്നൊക്കെ അക്രമം കാണിക്കുമ്പോൾ ഉള്ള ടെൻഷനും കൂടെ കൂട്ടിയിട്ട് എന്താ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ്.